ഗസയിൽ നിന്നുള്ള ഫലസ്തീൻ അഭയാർത്ഥികളെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്കുള്ള പരസ്യ പിന്തുണയാണ് ഇതെന്ന വിമർശനങ്ങൾ ശക്തമാവുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ പോലും ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അനുവദിച്ചിട്ടില്ല. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനിടെയാണ് ട്രംപ് ഗസയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന പേരിൽ ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള പദ്ധതിക്ക് പരസ്യ പിന്തുണയുമായി എത്തിയത്. തകർന്ന പ്രദേശമായി ഗസ മാറിയെന്നും ജനങ്ങൾ അവിടെ മരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് അറബ് രാജ്യങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് നടന്ന ചോദ്യോത്തര വേളയിലാണ് ട്രംപ് ഫലസ്തീൻ അഭയാർത്ഥികളെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമനുമായി സംസാരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്തഹ് അൽ സിസിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നും ട്രംപ് പറയുകയും ചെയ്തു. എന്നാൽ ഈ നിർദ്ദേശം തള്ളിയ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി ഗസയുടെ മണ്ണിൽ തന്നെ ഫലസ്തീനികൾ തുടരുമെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. വനിതാബന്ദി അർബെൽ യഹൂദിനെ കൈമാറും വരെ വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ അനുമതി നൽകില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. എന്നാൽ അർബെൽ യഹൂദ് ജീവനോടെയുണ്ടെന്നും ശനിയാഴ്ച അവരെ കൈമാറുമെന്നും ഇസ്ലാമിക് ജിഹാദ് അറിയിക്കുകയും ചെയ്തു. അതുവരെ കാത്തിരിക്കാനാവില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇരുവിഭാഗവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ചർച്ച തുടരുകയാണ്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ നീക്കം മാത്രമാണ് പുതിയ വിവാദത്തിന് പിന്നിലെന്നാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും ആരോപിക്കുന്നത്.